കമലേശ്വരത്ത് നടന്ന ഗ്രീമയുടെയും അമ്മയുടെയും ആത്മഹത്യയെക്കുറിച്ച് ഞാനൊരു 4 ദിവസം മുമ്പ് ഒരു വീഡിയോ എടുത്തെങ്കിലും അത് ഞാൻ പോസ്റ്റ് ചെയ്യാഞ്ഞത് ഓരോ 2 ദിവസം കൂടുന്തോറും ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു അത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞിട്ട് മാത്രം എൻ്റെ ഒരു റിമാർക്ക് ഇടാം. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, ഒരു വീഡിയോ ചെയ്തൂടെ, ഒരു പബ്ലിക് അവയർനെസ് കൊടുത്തൂടെ എന്ന്. ഇവിടെ ആസ് എ കൗൺസിലർ ഞാൻ ഇതിനൊരു 3-4 ആംഗിളിലൂടെ ഞാനിതൊന്ന് പറയാം. ഫസ്റ്റ് ആംഗിളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 6 വർഷം മുമ്പ് ഇവരുടെ കല്യാണം കഴിഞ്ഞു. പക്ഷേ വെറും 56 ദിവസം മാത്രം നീണ്ടു നിന്ന ദാമ്പത്യത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് എന്ന് ഗ്രീമയുടെ ഫാമിലിയിലോട് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഒരു ആംഗിൾ അതാണ്. തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഫ്രീഡം അവർ തരുന്നില്ല, ഒരുപാട് ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവൻറ്റ്സ് നടക്കുന്നു, ഒരു ആംഗിൾ. നെക്സ്റ്റ് ആംഗിൾ ഗ്രീമയുടെ ഹസ്ബൻഡിൻ്റെ ബ്രദർ ലൈം ലൈറ്റിലേക്ക് വന്നിട്ട് പറയുന്നു ഇങ്ങനെയൊന്നുമല്ല, അവരുടെ അമ്മ ഒരുപാട് പൊസസീവായിട്ട് ഈ കുട്ടിയുടെ എല്ലാ കാര്യത്തിലും, കൊച്ചു കാര്യത്തിൽ പോലും ആ കുട്ടിയെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വിടാതെ അമ്മയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വളരെ വലുതായിട്ട് ഇവരുടെ ഫാമിലി ലൈഫിനെ എഫക്റ്റ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓരോ പ്രോബ്ലംസ് അവരുടെ ലൈഫിൽ വന്നതെന്ന് സെക്കൻഡ് ആംഗിൾ. മൂന്നാമത്തത്, ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മൾ അറിയുന്നത് ഉണ്ണികൃഷ്ണൻ്റെ അറസ്റ്റിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ മൊബൈലിൽ നിന്ന് ഒരുപാട് ഗേ കമ്മ്യൂണിറ്റിയുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു, സ്ത്രീകളിൽ ഇദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു എന്നുള്ള ഒരു ആംഗിളും കൂടെ നമ്മൾ അറിയുന്നു. 56 ദിവസം മാത്രമേ ഇവർ ഒരുമിച്ച് നിന്നിട്ടുള്ളെങ്കിലും 6 ഇയേഴ്സോളം എടുത്തു ഈ കുട്ടിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ, ഇത് വേണോ വേണ്ടേ എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും നിങ്ങൾ ഒത്തുചേർന്ന് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ വയലൻസോ സൂയിസൈഡോ അല്ല, പകരം നിങ്ങൾ മ്യൂച്വലായിട്ട് ഇരുന്ന് സംസാരിക്കുക. സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കപ്പിൾ ലൈഫിന്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്, ഫൗണ്ടേഷനാണത് അല്ലേ. അതിൽ നിങ്ങൾക്ക് തൃപ്തി കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ തുടങ്ങും പ്രശ്നങ്ങൾ. രണ്ടാമത്തത് ഫിനാൻഷ്യൽ ഇഷ്യൂസ്. ഫിനാൻഷ്യലി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേര് വർക്ക് ചെയ്യുമ്പോൾ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് അവരുടെ കയ്യിൽ വെക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ഫ്രീഡം അവർ അർഹിക്കുന്നുണ്ട് അല്ലേ. സോ ആ ഒരു ഫ്രീഡം കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ വീട്ടുകാർ അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇടപെടുന്ന ഒരു ടെൻഡൻസി. ഇപ്പൊ ഇവിടെ ഈ കുട്ടിയുടെ കാര്യത്തിൽ സോഴ്സുകൾ അറിയുന്നത് വെച്ച്, നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കാര്യം നമുക്ക് ഇപ്പോഴും അറിയുന്നത് വെച്ച് അമ്മ ഒരുപാട് കുട്ടിയുടെ കാര്യത്തിൽ പൊസസീവ് ആയിരുന്നു, കയറി ഇടപെട്ടിരുന്നു എന്നാണ് പറയുന്നത്. കാര്യം അമ്മയാണ് ലാസ്റ്റ് ഈ ആത്മഹത്യക്ക് തൊട്ട് മുമ്പ് ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയി സംസാരിച്ചതും അവിടുന്ന് പ്രശ്നം ഉണ്ടാകുന്നതും അവിടുന്ന് ആള് ഫെയിന്റ് ചെയ്ത് വീഴുന്നതും അതിന് ശേഷമാണ് ഇതിലേക്ക് നീങ്ങുന്നത്. അപ്പം പേരൻസിന്റെ ഒരു ഇൻവോൾവ്മെന്റും ഒരുപാട് ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പം നമ്മൾ ദയവ് ചെയ്ത് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ട്രൈ ടു ടേക്ക് ഡിസിഷൻസ് ഓൺ യുവർ ഓൺ വെരി ബോൾഡ്ലി. മനസ്സിലായോ? നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 4, 5, 6 വർഷം മറ്റുള്ളവരെന്ത് വിചാരിക്കും, സൊസൈറ്റി എന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് ആലോചിച്ചിട്ട് അവിടെ ഇരിക്കേണ്ട കാര്യമില്ല. നിന്റെ ലൈഫാണ്, ഇറ്റ് ഇസ് യുവർ ചോയ്സ് വെദർ ടു ബി ദെയർ ഓർ നോട്ട്. എൻ്റെ അടുത്ത് വരുന്ന കേസുകൾ, ഹൺഡ്രഡ്സ് ഓഫ് കേസസ്, അതായത് ഈ വരുന്ന ഹസ്ബൻഡ്, യങ് ആയിട്ടുള്ള ഹസ്ബൻഡ് വൈഫിന്റെ ഒപ്പം പേരൻസും കൂടെ കയറി വരും, അല്ലെങ്കിൽ റിലേറ്റീവ്സും കൂടെ കയറി വരും. ഒരു തവണ നമ്മുടെ അടുത്ത് വന്ന കേസിൽ എൻ്റെ ഈ സെന്ററിൽ അവിടെ മുഴുവൻ ആളായിരുന്നു, ഓൾമോസ്റ്റ് 12 പേരാണ് വന്നത്. ഒരു ഹസ്ബൻഡിന്റെ വൈഫിന്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി മാത്രം അപ്പുറത്തുനിന്ന് ഒരു 4 പേര്, ഇപ്പുറത്തുനിന്ന്. ഞാൻ പറഞ്ഞു ഇത് നടക്കൂല, എൻ്റെ ക്യാബിൻ മുഴുവൻ ആളായിരുന്നേ. ഞാൻ പറഞ്ഞു ഇത് ഇവിടെ നടക്കൂല, ഇവർ രണ്ടുപേരും മാത്രം ഇരിക്കും, അവർക്ക് തീർക്കാനുള്ളത് അവർ മാത്രം തീർക്കട്ടെ. മനസ്സിലായി? ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ബോൾഡായിട്ട് ഡിസിഷൻസ് എടുക്കാനുള്ളൊരു ഫ്രീഡം അവർക്ക് കൊടുക്കുക. പെൺകുട്ടികളും ബോൾഡായിട്ട് ഡിസിഷൻസ് എടുക്കാൻ ശീലിക്കുക. റൂമിൻ്റെ ഉള്ളിൽ മാത്രം ഇരുന്ന് ആരെയും അറിയിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫാണ് അവിടെ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കറക്റ്റായിട്ടുള്ള കൗൺസിലിംഗ് സെൻറ്റേഴ്സിൽ പോയി നിങ്ങൾക്ക് ആ കൗൺസിലിംഗ് കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 or 3 കൗൺസിലിംഗ് നമുക്ക് കൊടുത്താലും അവിടെ ഒരു പ്രയോജനമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബി ഇൻഡിപെൻഡൻറ്റ്. അവിടെ നമ്മൾ നേരെ അങ്ങ് വേഴ്സ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്കല്ല പോകേണ്ടത്. മനസ്സിലായോ? ഇൻഡിപെൻഡൻ്റ് ആയി ബോൾഡ് ആവാനായിട്ട് ശ്രമിച്ച് അതിലേക്ക് വരാൻ പറ്റുമെങ്കിലും മാത്രം കല്യാണം കഴിക്കുക. ഇറ്റ് ഈസ് ആക്ച്വലി ടൈം ടു ചേഞ്ച് ആൻഡ് ടേക്ക് ആൻഡ് മേക്ക് ബോൾഡ് ഡിസിഷൻസ്.